ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എക്കണോമിക്സിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എക്കണോമിക്സിന്റെ ക്ലാസ് ആണല്ലേ എടുത്ത് നിർത്തിയത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഒന്ന് ഓടിച്ച് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പറയാം. ഇപ്പൊ ആദ്യമായിട്ട് ചിലപ്പോൾ എക്കണോമിക്സിന്റെ ക്ലാസ് ഇന്ന് കേൾക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ കേട്ടവരാണെങ്കിലും ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നമുക്ക് ഓടിച്ചൊന്ന് പറയാം. ഇന്നലെ പറഞ്ഞ പോലെ കോഡ് വെച്ച് കണക്ട് ചെയ്തൊന്നും പറയില്ല, കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിന്റെ ലെങ്ത് തന്നെയാവും. കോഡ് വെച്ചൊന്നും നമ്മൾ ഇപ്പൊ ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അവരുടെ തിയറീസ്, അവരുടെ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് കോഡ് വെച്ചാണല്ലേ ഇന്നലെ പറഞ്ഞത്, ഓർക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും പറയില്ല എന്ന്, പക്ഷെ നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത് ആണ് അല്ലെ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത് ആണ്. കാരണം ആദം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായിട്ടുള്ള ഒരു അടിത്തറ നൽകിയത്. സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു വ്യക്തമായിട്ടുള്ള അടിത്തറ നൽകിയത് ആദം സ്മിത്ത് ആണ്. അദ്ദേഹം എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞത്? അതായത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് ആദം സ്മിത്ത് പറഞ്ഞത് അല്ലെ. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. വെൽത്തിനെ കുറിച്ചുള്ള പഠനമാണ്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഡെഫിനിഷനെ നമ്മൾ എന്ത് പറഞ്ഞു? വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു അല്ലെ. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ ഡെഫിനിഷൻ എന്ത് പറഞ്ഞു? വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. ആദം സ്മിത്തിനെ പോലെ തന്നെ മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പൊ മാർഷൽ എന്ന് പറയുമ്പോൾ ക്ഷ അല്ലെ. അപ്പൊ ആൽഫ്രഡ് മാർഷൽ എന്താണ് പറഞ്ഞത്? ക്ഷ വെച്ചിട്ട് മനുഷ്യക്ഷേമത്തെ കുറിച്ചിട്ടാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് അല്ലെ. മനുഷ്യക്ഷേമത്തെ കുറിച്ചിട്ടാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മനുഷ്യക്ഷേമം എന്നതിൽ നിന്നും ആ ഡെഫിനിഷനെ നമ്മൾ വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പേര് നൽകി ഇല്ലേ. മാർഷൽ മുന്നോട്ട് വെച്ച ഡെഫിനിഷന് നമ്മൾ വെൽഫെയർ ഡെഫിനിഷൻ എന്നുള്ള പേര് നൽകി. എന്താണ് ഇനി ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്? സമ്പത്ത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നുമാണ് ആൽഫ്രഡ് മാർഷൽ അഭിപ്രായപ്പെട്ടത്. അപ്പൊ മൊത്തം ക്ഷേമമാണ്. സമ്പത്ത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണം എന്ന് പറഞ്ഞതാണ് ആൽഫ്രഡ് മാർഷൽ. അതുകൊണ്ട് മനുഷ്യക്ഷേമത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പേര് നൽകി. അടുത്തത് നമ്മൾ ലയണൽ റോബിൻസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ലയണൽ റോബിൻസ്, അപ്പൊ റോബസ്റ്റ് പഴം വെച്ച് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അദ്ദേഹം പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പരിമിതികൾ അല്ലെ, പരിമിതമായിട്ടുള്ള വിഭവം വിഭവം എന്ന് പറയുമ്പോൾ കുറച്ച് മാത്രം. അതിനെ നമ്മൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അല്ലെ, സ്കേഴ്സിറ്റിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ലയണൽ റോബിൻസ് മുന്നോട്ട് വെച്ച ഡെഫിനിഷന് നമ്മൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്നുള്ള പേര് നൽകി. ഇനി എന്താണ് ലയണൽ റോബിൻസ് പറഞ്ഞത്? വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും അല്ലെ, വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. പരിമിത വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. പിന്നെ അടുത്തത് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോൾ എ സാമുവൽസൺ ആണ്. പോൾ എ സാമുവൽസൺ. അപ്പൊ സാമുവൽസൺ, സണ്ണിനെ കുറിച്ചിട്ട് അല്ലെ. സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളാണ്. അപ്പൊ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്താണ്? സാമ്പത്തിക ഭദ്രത കാത്തു സൂക്ഷിക്കും. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സാമ്പത്തിക ഭദ്രത കാത്തു സൂക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഗ്രോത്ത് ഡെഫിനിഷൻ എന്നാണ് പറഞ്ഞത്. പോൾ എ സാമുവൽസൺ മുന്നോട്ട് വെച്ച ഡെഫിനിഷൻ ഗ്രോത്ത് ഡെഫിനിഷൻ ആണ്. ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായിട്ടുള്ള വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായിട്ടുള്ള വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ എ സാമുവൽസൺ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാൾ മാർക്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മുടെ ഈ തൊഴിലാളികളുടെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലെ, തൊഴിലാളികളുടെ പങ്കാളിത്തം, ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? ദസ് ക്യാപിറ്റൽ അഥവാ മൂലധനം അല്ലെ. അതിൽ അദ്ദേഹം മിച്ചമൂല്യ സിദ്ധാന്തം, ഒരു മിച്ചമൂല്യം, സർപ്ലസ് വാല്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മിച്ചമൂല്യം, സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ഒരു ഉൽപാദനത്തിന്റെ വിലയുടെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായിട്ട് നൽകും, എന്നിട്ട് അതിന്റെ സിംഹഭാഗവും മുതലാളി തന്റെ ലാഭമാക്കി മാറ്റുന്നു എന്ന് പറയുന്നതാണ് എന്ത്? സർപ്ലസ് വാല്യൂ അഥവാ മിച്ചമൂല്യം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ രണ്ട് ബുക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആദം സ്മിത്തിന്റെ
നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ, എപ്പോഴും ചോദിക്കാറുള്ളതാണ് PSC. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ള ബുക്കും, അതുപോലെ ആൽഫ്രഡ് മാർഷലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള ബുക്കും. പിന്നെ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ ആരൊക്കെ കുറിച്ച് പറഞ്ഞു? ആദ്യം നമ്മൾ ചാണക്യനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ദാദാബായ് നവറോജിയെയും അദ്ദേഹത്തിന്റെ ചോർച്ചാ സിദ്ധാന്തത്തെയും കുറിച്ച് പറഞ്ഞു, ഇല്ലേ? ചോർച്ചാ സിദ്ധാന്തം എന്തൊക്കെയാണ് ചോർച്ചാ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഗാന്ധിജിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെ? ചാണക്യൻ, പിന്നെ ദാദാബായ് നവറോജി, അതിനുശേഷം ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്, ട്രസ്റ്റിഷിപ്പ് എന്നുള്ള ആശയം എന്താണ്, അതൊക്കെയാണ് നമ്മൾ പിന്നെ പറഞ്ഞത്, അല്ലെ? പിന്നെ അതോടൊപ്പം തന്നെ ഗാന്ധിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞു. ഈ ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ, അതിൽ സ്വാധീനിക്കപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. ഈ 3 പേരും പഠിക്കണം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തൊക്കെ തരും. ഗാന്ധി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തയിൽ സ്വാധീനിക്കപ്പെട്ടവരിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് ഒരു പേരും കൂടി അവിടെ കൃത്യമായിട്ട് 3 പേരുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ ഒരു പേരും കൂടി ആഡ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വെക്കാം. JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ, ഇവരൊക്കെയാണ് ഗാന്ധിയുടെ ഈ ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടത്. പിന്നെ നമ്മൾ അമർത്യാസനെ കുറിച്ചും കൂടി പറഞ്ഞു, അല്ലെ? ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ. അമർത്യാസന് നോബൽ പ്രൈസ് കിട്ടിയത് 1998 പറഞ്ഞു. അദ്ദേഹം പഠനം നടത്തിയ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം. ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ട്രസ്റ്റിഷിപ്പ് എന്നുള്ള ആശയം, അതുപോലെ ചോർച്ചാ സിദ്ധാന്തം എന്താണ്, പിന്നെ ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് പഠിക്കണം. കാരണം കറക്റ്റായിട്ട് അവർ സ്റ്റേറ്റ്മെന്റിൽ എടുത്തിടും ഓപ്ഷൻസ്. കറക്റ്റ് 4 ഓപ്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നന്നായി പഠിക്കണം. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫസ്റ്റ് തന്നെ എക്കണോമിക്സ് നമ്മൾ 2ആയി തിരിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മൈക്രോ എക്കണോമിക്സിന്റെ മലയാളമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സൂക്ഷ്മം. മറ്റേത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മാക്രോ എക്കണോമിക്സ് എന്താണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ മൈക്രോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ? മൈക്രോസ്കോപ്പ്, അല്ലെ? സൂക്ഷ്മജീവികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അത് ഏറ്റവും ചെറുതായിട്ട് എടുത്ത് പഠിക്കാം. ഏറ്റവും ചെറിയ രീതിയിൽ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ അതിനെടുത്ത് പഠിക്കും. അതേപോലെ തന്നെ അപ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസും നടത്തും. അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസും നടത്തും. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? ഇൻഡിവിജ്വൽ ഇൻകവും നാഷണൽ ഇൻകവും, അല്ലെ? ഓരോ വ്യക്തികളുടെയും ഇൻകം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ് ആണ്. ഓരോ വ്യക്തികളുടെയും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം നമ്മൾ മൊത്തമായിട്ട് എടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും, അല്ലേ? അപ്പൊ ഡീറ്റെയിൽ അനാലിസിസ് നടത്തും. അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ അവിടെ പരിഗണിച്ചിട്ടുള്ളത്. എന്നാൽ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ മൊത്തമാണ്. അപ്പൊ നമ്മൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്യക്തിക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടുന്നു എന്നൊക്കെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ, കോമൺ ആയിട്ട് നമ്മൾ നോക്കുള്ളൂ, അല്ലെ? അപ്പൊ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്, അല്ലെ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻകം ആണ്. ഓരോ വ്യക്തികളുടെയും ഇൻകം നോക്കുന്നു. അത് സൂക്ഷ്മമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് എടുത്ത് നമ്മൾ നോക്കുന്നു. എന്നാൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവായിട്ടാണ് നോക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ജനറൽ തിയറി എന്ന് പറയാൻ പറ്റും, അല്ലെ? ജനറൽ ആയിട്ടല്ല നമ്മൾ എടുത്ത് നോക്കുന്നത്. ജനറൽ തിയറിയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ നാഷണൽ ഇൻകം പരിഗണിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കില്ല. ഇൻഡിവിജ്വൽ യൂണിറ്റിനല്ല പരിഗണിക്കുന്നത്. അതാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ അതിന് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ലെക്സ് എന്ന് പറഞ്ഞൊരു സോപ്പ് എടുക്കണം, അല്ലെങ്കിൽ സന്തൂർ എന്ന് പറഞ്ഞ സോപ്പോ ചന്ദ്രികയോ മെഡിമിക്സോ ഏതോ ആവട്ടെ, ഏതെങ്കിലും ഒരു സോപ്പിന്റെ കമ്പനി എടുത്ത് നമ്മൾ ആ കമ്പനിനെ കുറിച്ച് പഠിക്കുകയാണ്. ആ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ പ്രൊഡക്ഷൻ ഉണ്ട്, എത്രയൊക്കെ വിറ്റുവരവുണ്ട് അവർക്ക്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. അപ്പൊ അതെന്താണ്? അത് മൈക്രോ എക്കണോമിക്സ് ആണ്. കാരണം ഒരു സോപ്പ് കമ്പനിനെ കുറിച്ചല്ല, ഇപ്പൊ സന്തൂർ എന്ന് പറഞ്ഞൊരു സോപ്പ് കമ്പനി എടുത്ത് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും സമ്പത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം.
അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി എടുത്തു. ആ കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ എന്താണ് അത്? മൈക്രോ എക്കണോമിക്സ് ആണ്. ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. സന്തൂർ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. എന്നാൽ അതിന് പകരം നമ്മൾ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി തന്നെ എടുത്ത് പഠിക്കുകയാണെന്നൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സോപ്പ് നിർമ്മാണ കമ്പനികളെ കുറിച്ച് മുഴുവനായിട്ട് എടുത്ത് പഠിക്കുകയാണെന്നൊക്കെ. അപ്പൊ അതെന്താണ്? അത് ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ല അല്ലെ. അതിൽ തന്നെ കുറെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളുണ്ട്. സോപ്പ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ സന്തൂർ ഉണ്ട്, ലെക്സ് ഉണ്ട്, മെഡിമിക്സ് ഉണ്ട്, ഇഷ്ടം പോലെ സോപ്പുകളുണ്ട്. അപ്പം നമ്മളതെന്താണ്? അത് മൊത്തമായിട്ട് എടുത്ത് പിടിക്കുകയാണ്. അപ്പം അത് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. മനസ്സിലായോ? ഇഷ്ടം പോലെ എക്സാമ്പിളുകൾ നമുക്ക് അതിന് വേണ്ടി കിട്ടില്ല. ഇപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം വാച്ച് ആണെന്നുണ്ടെങ്കിലും എന്ത് സംഭവം ഇപ്പം നമ്മൾ നമ്മുടെ ഇതാണെങ്കിൽ പോലും PSC മേഖലയാണെങ്കിൽ പോലും PSCയിൽ നമുക്ക് ടാലന്റ് ഉണ്ട്, സൈലുണ്ട് അല്ലെ, ഇഷ്ടം പോലെ. അപ്പൊ അതുപോലെ തന്നെ ആസ്ഥ അക്കാദമിന്റെ ഇഷ്ടം പോലെ ഇതുകളുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നിനും എടുത്ത് കുറിച്ച് പഠിക്കണം. സൈലത്തെ മാത്രം എടുത്ത് കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ടാലന്റ് അക്കാദമിയെ കുറിച്ച് എടുത്ത് പഠിക്കുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് ആണെന്ന് പറയും, അവരെ സാമ്പത്തിക കാര്യങ്ങൾ. എന്നാൽ മൊത്തം PSC ഇതിന് മേഖലനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ എന്താണ്? അത് സ്ഥൂലമായി മാറി, മാക്രോ എക്കണോമിക്സ് ആയി മാറി. ഇപ്പോൾ കാറ് കമ്പനികളുണ്ട്. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ് കമ്പനിയെ കുറിച്ച് മാത്രം എടുത്ത് പഠിക്കുകയാണ്. BMW എന്ന് പറഞ്ഞിട്ട് ഒരു കാറ് കമ്പനിയെ കുറിച്ച് മാത്രം എടുത്ത് പഠിക്കുകയാണ്. അതേപോലെ തന്നെ ബെൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാരുതി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയെ കുറിച്ച് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. അതല്ലാതെ കാർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് മൊത്തമായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ അത് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മൈക്രോ എക്കണോമിക്സ്, ആദ്യം എക്കണോമിക്സിൽ ഇങ്ങനെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തില് മൈക്രോ എന്നും മാക്രോ എന്നുള്ള ടേം മുന്നോട്ട് വെച്ചത് റാഗ്നർ ഫ്രിച്ച് ആണ്. റാഗ്നർ ഫ്രിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആദ്യം എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ 2 വ്യക്തികളിൽ ഒരാളാണ് റാഗ്നർ ഫ്രിച്ച് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് 1969 നമുക്കറിയാം എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ഏർപ്പെടുത്തിയത് അല്ലെ. അപ്പൊ ആ വർഷം നൊബേൽ പ്രൈസ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് കിട്ടിയ 2 വ്യക്തികളിൽ ഒരാളാണ് റാഗ്നർ ഫ്രിച്ച് എന്ന് പറയുന്നത്. റാഗ്നർ ഫ്രിച്ച് ആണ് ഈ മൈക്രോ മാക്രോ എന്നുള്ള ടേം മുന്നോട്ട് വെച്ചതെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സമ്പത്ത് വ്യവസ്ഥ, എക്കണോമി. ഈ സമ്പത്ത് വ്യവസ്ഥേനെ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. എക്കണോമീനെ, അതായത് സമ്പത്ത് വ്യവസ്ഥേനെ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ക്യാപിറ്റലിസ്റ്റ്, ഒന്ന് സോഷ്യലിസ്റ്റ്, മിക്സ്ഡ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ, അതുപോലെ മിശ്ര സമ്പത്ത് വ്യവസ്ഥ. മിക്സ്ഡ് എക്കണോമി എന്നുള്ളത് മിശ്ര സമ്പത്ത് വ്യവസ്ഥ. ഇങ്ങനെ 3 സമ്പത്ത് വ്യവസ്ഥകളായിട്ട് 3 എക്കണോമി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു നിങ്ങളോട്. നമ്മൾ നേരത്തെ എക്കണോമിക്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എക്കണോമി എന്നാണ് പറയുന്നത്, സമ്പത്ത് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും അല്ലെ. എന്താണ് ഈ എക്കണോമിക്സ് എന്ന് ചില സ്ഥലത്ത് ഉപയോഗിക്കുന്നത്, ചില സ്ഥലത്ത് എക്കണോമി എന്നുള്ളത് ഉപയോഗിക്കുന്നത്. എക്കണോമിക്സിന്റെ മലയാളം ടേം എന്താണ്? അത് സാമ്പത്തിക ശാസ്ത്രം. നമ്മളിപ്പോ നരവംശ ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ, ഗണിത ശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ശാസ്ത്രം, ഒരു പഠനമാണ്, ഒരു സ്റ്റഡിയാണ് എക്കണോമിക്സ്. അപ്പൊ ഈ പറഞ്ഞ പോലെ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഠനമാണ്. ഈ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിൽ എടുത്തിട്ടുള്ള അതിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു പഠനമാണ് ഈ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പഠനം, അത്രേ ഉള്ളൂ. എന്നാൽ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമി എന്ന് പറഞ്ഞാൽ സമ്പത്ത് വ്യവസ്ഥ എന്നാണ് അർത്ഥം. സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ എക്കണോമിക്സിന്റെ ഈ പ്രിൻസിപ്പിൾസും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറിയോട് കൂടിയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ. ഇപ്പൊ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ, ഇന്ത്യൻ എക്കണോമിക്സ് എന്നല്ല പറയാ, ഇന്ത്യൻ എക്കണോമി എന്നാണ് പറയാ അല്ലെ. ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക്സിനെ കുറിച്ചുള്ള പഠനമായി മാറും. ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറിയോട് കൂടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ. അവിടെ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ, ഈ എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി ഉള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുന്നത്. എന്നാൽ എക്കണോമിക്സ് എന്നുള്ള ഒരു പഠനശാഖ, അത്രേ ഉള്ളൂ. നമ്മൾ ഗണിതശാസ്ത്രം, ഭൗതിക ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ സാമ്പത്തിക ശാസ്ത്രം, ഒരു പഠനം, അത്രേ ഉള്ളൂ. ഇപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയുള്ള ഒരു പഠന മേഖല. ഇങ്ങനെ എക്കണോമിക്സിനെ രണ്ടായി തിരിച്ചിട്ട് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും തിരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. എന്നാൽ എക്കണോമി എന്ന് പറഞ്ഞതല്ല, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുക. അപ്പൊ ഇന്ത്യൻ എക്കണോമി എന്നാണ് പറയുക നമ്മൾ അല്ല, ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ. അപ്പൊ ഈ എക്കണോമിനെയാണ് നമ്മൾ 3ആയി തിരിച്ചിട്ടുള്ളത്. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ, മിശ്ര സമ്പത്ത് വ്യവസ്ഥ. നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയായിരിക്കും, സിമ്പിൾ ആണ് സംഭവം അല്ലെ. മുതലാളിത്തം എന്ന് പറയുമ്പോൾ എന്താണ്?
അവിടുത്തെ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, അതുപോലെ എത്ര വിലയ്ക്ക് കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്റർപ്രൈസ് ആയിരിക്കും, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെ അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും തീരുമാനിക്കുന്നത്. മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ മുതലാളിത്തവും ഉണ്ടാവും, അവിടെ ഗവൺമെന്റിന്റെ ഇടപെടലുകളും ഉണ്ടായിരിക്കും. പ്രൈവറ്റ് എന്റർപ്രൈസസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാവും അല്ലെ. അത്രേ ഉള്ളൂ സംഭവം, സിമ്പിളായിട്ട് നമുക്കറിയാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഈ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കട, ഏതെങ്കിലും ഒരു ഷോപ്പ് നിങ്ങൾ ഓർക്കാം. അതേപോലെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു റേഷൻ കടയും ഓർക്കാം. മനസ്സിലായോ? റേഷൻ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയാണെന്ന് ഓർക്കാം. നമ്മളുടെ അവിടെയുള്ള സാധാരണ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഇപ്പൊ ഒരു ചേട്ടൻ ആരെങ്കിലും നടത്തുന്ന ഒരു ഷോപ്പ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ കട എന്ന് പറയുന്നത് നമ്മുടെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണെന്നും കൂടി ഓർക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കടയിൽ പോകാണ്, നിങ്ങളുടെ അടുത്തുള്ള ഒരു കടയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ അരി വേണം തന്നെ വിചാരിക്കാം. അരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മട്ടരി ഉണ്ടായിരിക്കും, വെള്ളരി ഉണ്ടായിരിക്കും അല്ലെ. ഈ മട്ടരിയിൽ തന്നെ എന്തുണ്ടായിരിക്കും? ഉണ്ടമട്ട ഉണ്ടായിരിക്കും, നീളമട്ട ഉണ്ടായിരിക്കും, അതുപോലെ പവിഴത്തിന്റെ ഉണ്ടാവും. പലതരം കമ്പനികളുടെ അരികൾ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള പല വിലയിലുള്ളത്. 42 രൂപ തൊട്ടിട്ട് 58 രൂപ വരെയുള്ള പല അരികൾ നിങ്ങൾക്ക് അവിടെ കടയിൽ നിന്ന് കിട്ടും. എന്നാൽ നിങ്ങൾ റേഷൻ കടയിൽ പോകുകയാണ്. റേഷൻ കട എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയാണെന്ന് അല്ല നിങ്ങളോട് പറഞ്ഞു. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോയ്സ് ഉണ്ടോ? ഇല്ല. അവിടെ ഗവൺമെന്റ് ഒരു അരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, ആ അരി മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വെള്ളരി വേണമെന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. അവിടെ ഗവൺമെന്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു അരി ഉണ്ടാവും, ആ അരി തന്നെയാണ് സ്ഥിരം കിട്ടുക. ഇനിയിപ്പോ ഗോതമ്പാണെന്ന് വിചാരിക്കാം. ഗോതമ്പ് പൊടി നമ്മളിപ്പോ കടയിൽ പോകുകയാണെങ്കിൽ പല കമ്പനിയുടെ അല്ലെ, എന്തൊക്കെയാണ് ഇപ്പൊ കുറെ കമ്പനികൾ, ആശീർവാദിന്റെ പിന്നെ തന്നെ വേറെ ഏതൊക്കെ കമ്പനികളില്ലേ, അങ്ങനത്തെ ഏത് കമ്പനിയുടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി കിട്ടും. ഇപ്പൊ ഷുഗർ ഉള്ളത് കിട്ടും, ഷുഗർ ഇല്ലാത്തത് കിട്ടും, അങ്ങനെ പലതും കിട്ടും. എന്നാൽ നമുക്ക് റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ വല്ല ഓപ്ഷൻ ഉണ്ടോ? അവിടെ ഏതോ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ആ പാക്കറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അതേപോലെ തന്നെ നമ്മളുടെ ഈ സാധാരണ കടയിൽ ഇപ്പൊ നമ്മൾ ചെന്നിട്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചോദിക്കാണ്. അപ്പൊ അവർ പറയും അവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇല്ല, സാധാ വെളിച്ചെണ്ണ ഉള്ളൂ എന്നാണ്. നമ്മൾ 2 ദിവസം പോയി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 2-3 ആളുകൾ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിറ്റേ ദിവസം അതവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കൊണ്ടു വയ്ക്കും അല്ലെ. നിങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചോദിച്ചു കഴിഞ്ഞാൽ ചക്കിലാട്ടിയത് പോയിട്ട് സാധാ വെളിച്ചെണ്ണെങ്കിലും കിട്ടും? ഇല്ല. കാരണം എന്താണ്? അവിടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് നീലക്കാടുള്ള ആളുകൾക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കണം, വെള്ളക്കാടുള്ള ആളുകൾക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കണം, മഞ്ഞക്കാടുള്ള ആൾക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കണം. അവിടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ അവിടെ കിട്ടുള്ളൂ. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നിങ്ങൾ, നമ്മൾ പറഞ്ഞു സാധാ കട എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ്, ഇപ്പുറത്ത് റേഷൻ കട എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ അവിടുത്തെ പ്രത്യേകത നോക്കി, നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ട് അല്ലെ. ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ചോയ്സുകൾ ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അരി തന്നെ ഉണ്ടമട്ട സെലക്ട് ചെയ്യാം, നീളമട്ട സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളരി സെലക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. എന്നാൽ റേഷൻ കടയിൽ ഈ ഫ്രീഡം ഓഫ് ചോയ്സ് വല്ലതുണ്ടോ? ഒരു ഫ്രീഡവും ഇല്ല. അവരെന്ത് തരണോ അത് നമ്മൾ വാങ്ങിക്കണം. പക്ഷെ അവിടെയുള്ള വ്യത്യാസം എന്താണ്? കടയിലുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത് അയാളുടെ ലാഭമാണ് പ്രധാനം അല്ലെ. അയാളുടെ പ്രോഫിറ്റ് ആണ് അയാളുടെ കട നടത്തുന്നതിന്റെ. അല്ലാതെ മനുഷ്യക്ഷേമാണോ? നിങ്ങൾ നാട്ടുകാരെ നന്നാക്കട്ടെ എന്ന് വെച്ചിട്ടാണോ ആരെങ്കിലും കട നടത്തുന്നത്? അല്ല, അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ കട നടത്തുന്നത്. എന്നാൽ റേഷൻ കട എന്ന് പറഞ്ഞത് എന്തിനാണ് നടത്തുന്നത്? റേഷൻ കട നടത്തുന്നത് എന്ന് വെച്ചാൽ അത് അവിടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മനുഷ്യക്ഷേമമാണ്, ജനങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടാണ്, ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നടത്തുന്നത്. അല്ലാതെ ഒരിക്കലും, കാരണം ഒരുപാട് സബ്സിഡിയോട് കൂടിയിട്ടാണല്ലോ നമുക്ക് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി നമുക്ക് 48 രൂപയ്ക്കും അല്ലെങ്കിൽ 52 രൂപയ്ക്കോ കിട്ടുന്ന അരി നമുക്ക് റേഷൻ കടയിൽ എത്ര രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പോൾ വെള്ളക്കാടുകാർക്കാണെങ്കിൽ, മറ്റു കാടുകാരെ കൃത്യമായിട്ട് എനിക്ക് 2 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടുന്നുണ്ടല്ലേ. വെള്ളക്കാടിനാണെങ്കിൽ 10 രൂപ 90 പൈസ, അത്ര ചെറിയ എമൗണ്ടേ എന്തിനു വരുന്നുള്ളൂ? വെള്ളക്കാടുകാർക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിക്ക് വരുന്നുള്ളൂ. പണ്ടത്തെ അരി മോശമാണ്, പക്ഷെ ഇപ്പോഴത്തെ അരി എന്ന് പറഞ്ഞാൽ നല്ല അരിയാണ് അല്ലെ, നല്ല മട്ടരിയാണ് ഇപ്പൊ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഗവൺമെന്റിന് അത് ശരിക്കും നഷ്ടമാണ്. കാരണം ഗവൺമെന്റ് കർഷകരിൽ നിന്നും ഈ അരി വാങ്ങിക്കുന്നത് 28 രൂപയ്ക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ നിലമുള്ള നമുക്കറിയാം 28 രൂപ 30 രൂപയ്ക്കാണ് നമ്മളെ കയ്യിൽ നിന്ന് സപ്ലൈക്കോ അരി എടുക്കുന്നത്. ഈ അരിയല്ല, നെല്ലെടുക്കുന്നത്. ഈ നെല്ലെടുത്തിട്ട് അവർ പുഴുങ്ങി അവർ കുത്തിച്ച് അല്ലെ എല്ലാം കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത്, പിന്നെ അതിന്റെ കൂടെ ഇപ്പോൾ റേഷൻ കടയിൽ ഈ അരിയുടെ കൂടെ കുഞ്ഞു കുഞ്ഞു വെള്ളരികൾ കിട്ടും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് എന്താണ്? അത് അവർ വൈറ്റമിൻസും നമ്മുടെ അയണൊക്കെ ചേർത്തുകൊണ്ട് സെപ്പറേറ്റ് അരിപ്പൊടിയിൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾ ഒരിക്കലും കഴുകി കളയാൻ പാടില്ല. അപ്പൊ ആ വൈറ്റമിൻസും അയണും ഒക്കെ ചേർത്തുകൊണ്ട് എത്ര രൂപ അവർക്ക് വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്
വെച്ചിട്ടാണ് അവരത് റേഷൻ കടകളിൽ എത്തിക്കുന്നത്. എന്നിട്ട് നമുക്കത് എത്ര രൂപയ്ക്കാണ് തരുന്നത്? 11 രൂപയ്ക്കാണ് നമുക്ക് ആ അരി തരുന്നത്. അപ്പൊ അവിടെ ഗവൺമെന്റിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. പക്ഷെ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാ കടകളിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. എന്നാൽ റേഷൻ കടകളിൽ ഗവൺമെന്റിന്റെ മോട്ടീവ് എന്താണ്? ജനങ്ങളുടെ ക്ഷേമം. ജനങ്ങളുടെ ഒരിക്കലും ഒരു ആള് പോലും പട്ടിണി കൂടാതെ ജീവിക്കണം, അല്ലെ? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും പട്ടിണി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു മോട്ടീവാണ് ഗവൺമെന്റിനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഇങ്ങനെ ഒരു മോട്ടീവ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇക്വാലിറ്റി ഉണ്ടാവും, ഇല്ലേ? എല്ലാവർക്കും ഒരുപോലത്തെ അരിയാണ് കിട്ടുന്നത്. അപ്പൊ അവിടെ ഇക്വാലിറ്റി ഉണ്ട്. എന്നാൽ നമ്മുടെ മറ്റേതിൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ ഇക്വാലിറ്റി ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഉള്ളവന് നല്ലോണം ഒരുപാട് ഉണ്ടാവും, ഇല്ലാത്തവന് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഇക്വാലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയും ഈ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മിശ്ര സമ്പത്ത് വ്യവസ്ഥ നമുക്ക് അറിയാലോ, രണ്ടിന്റെ മിക്സ്ഡ് ആണ്. നമ്മുടെ ഇന്ത്യ മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ്. ഈ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും ചൈന പറയില്ലേ? പക്ഷെ ചൈനയിലൊക്കെ ഇപ്പൊ മിക്സ്ഡ് എക്കണോമി തന്നെയാണ്, മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ്. എങ്കിലും നമ്മൾ ഒരു തിയറി എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ പറയും സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചൈനയും USSR, പണ്ടത്തെ USSR നമ്മൾ പറയും. അതുപോലെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ US, UK, കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, കാനഡയൊക്കെ നമ്മൾ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആയി പറയും. മിശ്ര സമ്പത്ത് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആയി എപ്പോഴും നമ്മൾ പറയാ ഇന്ത്യയാണ്, അല്ലെ പറയാം. അതേപോലെ തന്നെ നമുക്ക് ഈ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥന, ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിനെ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് എക്കണോമി എന്ന് പറയാം. കാരണം അവിടെ മാർക്കറ്റ് ആണ് തീരുമാനിക്കുന്നത്. അവിടെ എന്ത് കൊണ്ടുവന്ന് വെക്കണം, എന്ത് വിൽക്കണം എന്നൊക്കെ മാർക്കറ്റ് ആണ് തീരുമാനിക്കുന്നത്, അല്ലെ? എന്നാൽ നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ നോൺ മാർക്കറ്റ് എക്കണോമിന്. നോൺ മാർക്കറ്റ് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡിനനുസരിച്ച് നമുക്കൊന്നും കിട്ടില്ല. ഇപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് റേഷൻ കടയിൽ പോയിട്ട് എത്ര പ്രാവശ്യം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചോദിച്ചാലും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ഒരു സാധാ വെളിച്ചെണ്ണ പോലും നമുക്ക് കിട്ടില്ല അവിടെ നിന്ന്. കാരണം എന്താ? അത് മാർക്കറ്റിനനുസരിച്ചിട്ടല്ല. അവിടെ തീരുമാനങ്ങൾ ഒരിക്കലും മാർക്കറ്റിനനുസരിച്ചിട്ടല്ല, ഡിമാൻഡിനനുസരിച്ചിട്ടല്ല. പകരം അത് ഗവൺമെന്റ് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അതേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നോൺ മാർക്കറ്റ് എക്കണോമിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് മാർക്കറ്റ് എക്കണോമിയാണ്. അവിടെ മാർക്കറ്റ് എന്താ ആവശ്യപ്പെടുന്നു അതാണ് അവിടെ വിൽക്കുക, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റ് എക്കണോമിയാണെന്നും നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അല്ലെ? പണ്ടൊട്ടേ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയും അതുപോലെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയും മിശ്ര സമ്പത്ത് വ്യവസ്ഥയൊക്കെ. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കരുത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കറ്റ് എക്കണോമി എന്ന് അറിയപ്പെടുന്നത് ക്യാപിറ്റലിസ്റ്റ് അഥവാ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ്. കാരണം മാർക്കറ്റാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെ? മാർക്കറ്റാണ് അവിടെ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് എക്കണോമി എന്ന് അറിയപ്പെടുന്നത് ക്യാപിറ്റലിസ്റ്റ് അഥവാ സ്വകാര്യ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ്. നോൺ മാർക്കറ്റ് എക്കണോമി എന്ന് അറിയപ്പെടുന്നത് അവിടെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയാണെന്നുള്ള കാര്യം കൂടിയും അവിടെ നിങ്ങൾ നോട്ട് ചെയ്തേക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളുണ്ട്, 3 പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ 3 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രശ്നം എന്ത് ഉൽപ്പാദിപ്പിക്കും, എന്ത് അളവിൽ ഉൽപ്പാദിപ്പിക്കും. എന്ത് ഉൽപ്പാദിപ്പിക്കും, ഇത് PSC 2-3 പ്രാവശ്യം PYQ ചോദിച്ചിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി തോന്നും, പക്ഷെ ശ്രദ്ധിക്കാം. എന്ത് ഉൽപ്പാദിപ്പിക്കും, അതുപോലെ എന്ത് അളവിൽ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്ത് ഉൽപ്പാദിപ്പിക്കും, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രശ്നം അതിനെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളത്, മൂന്നാമത്തെ പ്രശ്നം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കും. ഈ 3 പ്രശ്നങ്ങളാണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ആരാണോ ഉത്തരം നൽകുന്നത്, ഇപ്പോൾ എന്തുൽപ്പാദിപ്പിക്കും, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കും, ഇതിന് ഉത്തരം നൽകുന്നത് ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് ആണ്. അതിന് ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് വ്യവസ്ഥ എന്ത് സമ്പത്ത് വ്യവസ്ഥയായിരിക്കും? എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്നും എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചോദ്യത്തിന് ആരാണ് ഉത്തരം നൽകുന്നത്? ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എന്റർപ്രൈസ് ആണ് അതിന് ഉത്തരം നൽകുന്നത് എങ്കിൽ അത് എന്ത് സമ്പത്ത് വ്യവസ്ഥയായിരിക്കും? അത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയായിരിക്കും, അല്ലെ? ഇനി എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചോദ്യത്തിന് ഒരു ഗവൺമെന്റ് ആണ് ഉത്തരം നൽകുന്നതെങ്കിൽ അത് എന്ത് സമ്പത്ത് വ്യവസ്ഥയായിരിക്കും? അത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയായിരിക്കും. ഇനി ഇത് 2 പേർക്കും ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മിശ്ര സമ്പത്ത് വ്യവസ്ഥയായിരിക്കും. മനസ്സിലായി? അപ്പൊ ഈ ചോദ്യങ്ങൾ, ഈ 3 പ്രശ്നങ്ങളുണ്ട്, മെയിൻ പ്രോബ്ലംസ് നമ്മുടെ എക്കണോമിയിൽ, സമ്പത്ത് വ്യവസ്ഥയിലെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കും, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കും. രണ്ടാമത്തെ പ്രശ്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, മൂന്നാമത്തെ പ്രശ്നം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ സിമ്പിളായിട്ട് ഓർക്കാൻ വേണ്ടി ഞാൻ അന്ന് വെറുതെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളോട് വിളിച്ചു പറയണേ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവർക്ക് എന്ത് കൊടുക്കും, അല്ലെ? എന്ത് കഴിക്കാൻ കൊടുക്കും, എന്ത് ഉൽപ്പാദിപ്പിക്കും,
അതേപോലെ തന്നെ എത്ര പേരുണ്ട്, എത്ര അളവിൽ അല്ലേ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു 10 പേര് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും അവർക്ക് ഇനി എന്തോരം വാങ്ങിക്കണം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എന്തോരം വാങ്ങിക്കണം. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തോരം വാങ്ങിക്കണം. ഇപ്പോൾ ചിക്കനും അല്ലെങ്കിൽ എന്തെങ്കിലും പത്തിരിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പത്തിരി എത്ര പാക്കറ്റ് വാങ്ങിക്കണം, ചിക്കൻ എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കണം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ല. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഇനി ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്, ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് കുറച്ചധികം പേരുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ വിചാരിക്കില്ലേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിക്കണോ. ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ശരിക്കും അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ഒരു സാധനം വെക്കുമ്പോൾ അതിൽ വെജ്, ചിലർ നോൺ വെജ് കഴിക്കില്ല, വെജ് മാത്രം കഴിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ചിലവർ ഷുഗർ യൂസ് ചെയ്യില്ല, അങ്ങനത്തെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അവിടെ പരിഗണിക്കണം. അപ്പൊ 3 ചോദ്യങ്ങളാണ്, ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഇങ്ങനെയല്ല. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ചോദ്യങ്ങളാണ് നമ്മൾ സാധാരണ എക്കണോമിയിൽ നേരിടുന്ന 3 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിനാരാണോ ഉത്തരം കണ്ടെത്തുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ആ എക്കണോമിനെ തിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് ആണ് ഉത്തരം നൽകുന്നതെങ്കിൽ അത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായിരിക്കും അല്ലെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അതൊരു സോഷ്യലിസ്റ്റ് എക്കണോമി ആയിരിക്കും. ഇതിന് 2 പേർക്ക് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മിശ്ര സമ്പദ് വ്യവസ്ഥയും ആയിരിക്കും. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഓരോ 5 ഇയർ പ്ലാനും ഓരോന്നിനും മുൻതൂക്കം നൽകിക്കൊണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്, രണ്ടാമത് നമ്മൾ വ്യവസായ മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് അല്ലെ. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ കാർഷിക മേഖലയ്ക്കും രണ്ടാമത്തെ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ വ്യവസായിക മേഖലയ്ക്കും പ്രാധാന്യം നൽകി. അപ്പൊ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇതെടുക്കുമ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ ഭക്ഷ്യവിളകൾ വേണോ, അല്ലെങ്കിൽ ഇപ്പൊ നെല്ല് അങ്ങനത്തെ ഭക്ഷ്യവിളകൾ, ക്ഷാമം പരിഹരിക്കാൻ ഭക്ഷ്യവിളകൾ വേണോ, അല്ലെങ്കിൽ നാണ്യവിളകൾ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരണോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇപ്പോൾ സൗകര്യങ്ങൾ കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരണം, അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്താണ് കൊണ്ടുവരേണ്ടത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണോ, അല്ല കാർഷികപരമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണോ, അല്ലെങ്കിൽ വ്യവസായികപരമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണോ. ഒരു ഗവൺമെന്റിന്റെ എക്കണോമിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ എക്കണോമിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം. അങ്ങനത്തെ ഇതിന് വാട്ട് പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എത്ര അളവിൽ അല്ലെ. അതും പ്രശ്നമാണല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും എത്ര അളവിൽ അത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഡിമാൻഡ് ഉണ്ട് അതിന്, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് പ്രശ്നമാണ് അല്ലെ. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം വെച്ചാൽ നമ്മൾ എക്കണോമിയിലേക്ക് വരുമ്പോൾ, സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 തരത്തിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒന്ന് നമ്മൾ ലേബർ ഇന്റൻസീവായിട്ട്, തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്. രണ്ടാമത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട്, അതായത് നമ്മൾ മൂലധനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്. ലേബർ ഇന്റൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാതും തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോ ഇതാണെങ്കിൽ പോലും, തുണിയാണെങ്കിൽ പോലും, നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിൽ പോലും നമ്മൾ കൈത്തറി വസ്ത്രങ്ങൾ നമുക്ക് കിട്ടും അല്ലെ. കൈകൊണ്ട് കൈത്തറി വസ്ത്രങ്ങൾ, ഈ ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ നമ്മൾ കൈത്തറി നമുക്ക് കേട്ടിട്ടുള്ള അല്ലെ. അവിടെ എന്താണ്, തൊഴിലാളികളാണ് അത് ഉണ്ടാക്കുന്നത്, കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെ ഗുണം എന്താണ്, കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടും. അതേപോലെ തന്നെ അല്ലെ, അതൊക്കെ അതിന്റെ ഗുണങ്ങളാണ്, കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടും. എന്നാൽ അതിന് കുറെ ഡ്രോബാക്സുകളില്ലേ, കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്, കൂടുതൽ സമയം എടുക്കും, മെഷീനിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കും ലേബർ ഇന്റൻസീവായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ. അതുപോലെ തന്നെ മിക്കപ്പോഴും അതിന് എക്സ്പെൻസ് കൂടും. നമ്മുടെ സാധാ വസ്ത്രങ്ങളെക്കാളും കുറച്ചും കൂടി വില കൂടുതലായിരിക്കും ഹാൻഡ്ലൂം വസ്ത്രങ്ങൾക്ക്, കൈകൊണ്ട് കൈത്തറി വസ്ത്രങ്ങൾക്ക്. അപ്പൊ അതിന് എക്സ്പെൻസ് കൂടും. അതേപോലെ തന്നെ അവിടെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. ഇപ്പുറത്ത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇപ്പൊ 10 മുണ്ടുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പുറത്ത് നമ്മുടെ ലേബർ ഇന്റൻസീവായി ചെയ്യുമ്പോഴും ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ 2 മുണ്ടേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പം ലേബർ ഇന്റൻസീവിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ അവിടെ ടൈം കൂടുതൽ എടുക്കും, അതുപോലെ എക്സ്പെൻസും കൂടുതൽ എടുക്കും, പ്രൊഡക്ടിവിറ്റിയും കുറവായിരിക്കും. എന്നാൽ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ മൂലധനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, അവിടെ തൊഴിലവസരങ്ങൾ കുറവായിരിക്കും. കാരണം അവിടെ മെഷീൻസ് അല്ലേ, മൂലധനം എന്ന് പറയുന്നത് മെഷീനുകളെല്ലാം നമ്മുടെ മൂലധനമാണല്ലേ. അപ്പൊ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊഴിലവസരങ്ങൾ കുറവായിരിക്കും, പക്ഷെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. ഒരു ദിവസം തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, കുറവ് സമയം മതി. നമ്മൾ സാധാരണ ലേബർ ഇന്റൻസീവായി ചെയ്യുന്നതിനേക്കാളും കുറവ് ചെലവേ വരുള്ളൂ ഈ ക്യാപിറ്റൽ ഇന്റൻസീവായി ചെയ്യുമ്പോൾ. അപ്പൊ അതിന് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേബർ ഇന്റൻസീവായിട്ട്
ഉൽപ്പാദിക്കണോ അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് ഉൽപ്പാദിപ്പിക്കണോ, തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം, തൊഴിലിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കണോ. അപ്പം എന്താണ്, കൂടുതൽ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാവും, പക്ഷെ എന്താണ് അവിടെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, ടൈം കൂടുതൽ വേണ്ടി വരും, അതുപോലെ തന്നെ എക്സ്പെൻസും കൂടുതൽ വേണ്ടി വരും. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താണ്, തൊഴിലവസരങ്ങൾ അവിടെ കുറയും അല്ലെ, തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ കുറയും, പക്ഷെ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടും, വളരെ കുറവ് സമയം മതി, അതുപോലെ എക്സ്പെൻസും കുറവ് മതി. അതാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, തൊഴിലവസരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കണോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് ഉൽപ്പാദിപ്പിക്കണോ എന്നൊക്കെ ആരാണ് അവിടെ തീരുമാനിക്കുന്നത്. ഇപ്പൊ അത് തീരുമാനിക്കുന്നത് ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ്, അതൊരു മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ്. ഇത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുമായിരിക്കും. അടുത്തതിന് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും, എല്ലാവർക്കും തുല്യമായിട്ട് എത്തണം, എല്ലാവർക്കും തുല്യമായിട്ട് എത്തണം എന്നുള്ളതായിരിക്കും. പക്ഷെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ കാശുള്ളവർക്ക് എത്തണം അല്ലെ, ആരാണോ പണം മുടക്കുന്നത് അവരിലേക്ക് എത്തണം. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാകുമ്പോൾ എല്ലാവരിലേക്കും തുല്യമായിട്ട് എത്തണം, എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം എന്നായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുള്ളതാണ് ഈ 3 ചോദ്യങ്ങൾ. അതുകൊണ്ട് അത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൽ നേരിടുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ 3 ക്വസ്റ്റ്യൻ തരും, അതിന്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യനും കൂടി തരും. അപ്പൊ ഇത് കേൾക്കാത്ത ആൾക്ക് ഇതിൽ ഏതാണെന്ന് ഒരു ആകെ കൂടി സംശയം. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, രണ്ടാമത്തത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, അതിലാണ് നമ്മൾ ലേബർ ഇന്റൻസീവ് ആയിട്ടാണോ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അവസാനത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം നൽകുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സമ്പത്ത് വ്യവസ്ഥേനെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ, മിക്സ്ഡ് എക്കണോമി അഥവാ മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്ന് തിരിച്ചത്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഓക്കെ ഇല്ലേ. അടുത്ത നമുക്ക് പറയാനുള്ളത് സെക്ടേഴ്സ് ഓഫ് എക്കണോമിന്, എക്കണോമിയിലെ മേഖലകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സംഭവം സിമ്പിൾ ആണ്. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ, സെക്കൻഡറി മേഖല, ദ്വിതീയ മേഖല, അതുപോലെ ടെർഷ്യറി സെക്ടർ, തൃതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖല എന്ന് പറയുന്നത് എന്താണ്, കാർഷിക മേഖല എന്നും കൂടി പറയും അല്ലേ. കാരണം അവിടെ നേരിട്ടിട്ട് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. നാച്ചുറൽ റിസോഴ്സസ് നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അതുകൊണ്ട് നമ്മൾ അതിന് എന്തെന്നും കൂടി പറയും, കാർഷിക മേഖല എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഫിഷിങ്, അതുപോലെ വനവൽക്കരണം, പിന്നെ ഖനനം. ഇതൊക്കെ എന്താണ്, നമ്മുടെ പ്രൈമറി സെക്ടറാണ്. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന എല്ലാ സംഭവങ്ങളും. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്താന്ന് പറയുമ്പോൾ കൃഷി അല്ലെ, മെയിനായിട്ട് കൃഷി. അതേപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ ഫിഷിങ്. ഇപ്പൊ നമ്മൾ കൃഷി എന്ന് പറയുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് തരാണ് മുയൽ വളർത്തൽ തരാണ്, കൂണി കൾച്ചർ തരാണ്, അതേപോലെ തന്നെ മറ്റ് ഇപ്പൊ പൂച്ചെടി നമ്മുടെ ഇതുണ്ടല്ലോ ഹോർട്ടികൾച്ചർ, അങ്ങനത്തെ പല തരത്തിലുള്ള കൃഷികളുണ്ടല്ലോ. ഇപ്പൊ ഇത് തന്നെ വേണമെന്നില്ല, തേനീച്ച വളർത്തലുണ്ട്. അങ്ങനത്തെ എന്ത് കൃഷിയാണെങ്കിലും, എന്ത് തരം കൃഷിയാണെങ്കിലും അതൊക്കെ എന്താണ്, അതൊക്കെ പ്രൈമറി മേഖലയിൽ, പ്രൈമറി സെക്ടറിൽ, പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. തേനീച്ച വളർത്തലാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ പട്ടുനൂൽ കൃഷിയാണെന്നുണ്ടെങ്കിലും, പട്ടുനൂലുകളെ പട്ടുനൂൽ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക സെറി കൾച്ചർ ആണെന്നുണ്ടെങ്കിലും, അങ്ങനത്തെ എന്ത് സംഭവമാണെങ്കിലും അതൊക്കെ പ്രാഥമിക മേഖലയാണ്. കാരണം അത് കൃഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഇതുമായിട്ട് നാച്ചുറൽ റിസോഴ്സുമായിട്ട് ഡയറക്ട്ലി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, പ്രകൃതി വിഭവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രാഥമിക മേഖലയാണ്. അതിൽ നമുക്ക് സംശയം വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഖനനം ചിലപ്പോൾ നമുക്ക് സംശയം വരും. അതുപോലെ വനവൽക്കരണം അതൊക്കെ എന്താണ്, അതൊക്കെ പ്രാഥമിക മേഖലയാണെന്ന് ഓർത്തിരിക്കാം. ഇനി ദ്വിതീയ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വ്യവസായിക മേഖല എന്നും കൂടി പറയും. അതിൽ വാല്യൂ ആഡ് ചെയ്യണം. നമ്മൾ പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അതെന്തായി, അത് വ്യവസായിക മേഖലയിൽ മാറി. അത് വ്യവസായം. ഇപ്പൊ നമുക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ കളിമണ്ണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അത് കളിമണ്ണായിട്ട് തന്നെ അല്ലല്ലോ ഇരിക്കുന്നത്. നമ്മളത് പാത്രങ്ങളായിട്ട് മാറ്റുമ്പോൾ അവിടെ എന്താണ്, അവിടെ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ, ഒരു വാല്യൂ ആഡ് ചെയ്യുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അത് എന്ത് മേഖലയായി മാറി, വ്യവസായിക മേഖലയായി മാറി. കളിമണ്ണ് എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, പക്ഷെ കളിമൺ പാത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ല. അത് നമ്മൾ അതിൽ കൂടെ കുറച്ച് വാല്യൂ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ അത് വ്യവസായിക മേഖലയിലേക്ക് മാറി, സെക്കൻഡറി സെക്ടറിലേക്ക് മാറി. ഇപ്പൊ നമുക്ക് പരുത്തി കൃഷി എന്ന് പറഞ്ഞാൽ അത് പ്രാഥമിക മേഖലയാണ്. കാരണം നമുക്ക് പരുത്തി നമുക്ക് ഡയറക്ട്ലി പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്നതാണ്.
അത് നാച്ചുറൽ റിസോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് പരുത്തി കൃഷി എന്ന് പറഞ്ഞാൽ അത് പ്രാഥമിക മേഖലയാണ്. എന്നാൽ തുണി വ്യവസായം എന്ന് പറഞ്ഞാൽ അതെന്തായി മാറി? അത് വ്യവസായിക മേഖല അഥവാ സെക്കൻഡറി സെക്ടറായി മാറി. കാരണം നമ്മൾ അവിടെ വാല്യൂ ആഡ് ചെയ്യാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടിയ പരുത്തി, ആ പരുത്തി ഉപയോഗിച്ച് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കി അല്ലെ, വസ്ത്രങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതെന്തായി മാറി? അത് വ്യവസായിക മേഖല അഥവാ സെക്കൻഡറി സെക്ടറായി മാറി. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പട്ടുനൂൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടുനൂൽ പുഴുകളെ വളർത്തുമ്പോൾ പട്ടുനൂൽ ഉണ്ടാക്കി, അത് പ്രാഥമിക മേഖലയാണ്. എന്നാൽ ആ പട്ടുനൂൽ ഉപയോഗിച്ച് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്തായി മാറി? അത് ദ്വിതീയ മേഖല അഥവാ വ്യവസായിക മേഖലയായി മാറി. ചണം കൃഷി എന്ന് പറഞ്ഞാൽ അത് പ്രാഥമിക മേഖലയാണല്ലേ. എന്നാൽ ചണം ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ ചണം ഉപയോഗിച്ച് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്തായി മാറി? അത് ദ്വിതീയ മേഖലയായി മാറി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവിടെ നമുക്ക് സംശയം വരുന്നത്, ദ്വിതീയ മേഖലയിൽ നമുക്ക് സംശയം വരുന്ന കാര്യങ്ങളാണ് ഗ്യാസ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എടുത്ത് പഠിക്കുക. ഗ്യാസ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി. ഇത് സംശയം വരുന്നതുകൊണ്ട് തന്നെ PSC എപ്പോഴും ചോദിക്കും ഗ്യാസ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി അത് ദ്വിതീയ മേഖലയിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കാം. പിന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും എന്താണ്? അത് ദ്വിതീയ മേഖലയാണ്. കാരണം കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ കല്ലും മണ്ണും സാധനങ്ങളൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. പക്ഷെ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ റോഡാണെന്നുണ്ടെങ്കിലും വീടാണെങ്കിലും എന്ത് കെട്ടിടങ്ങളാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു നമ്മൾ വാല്യൂ ആഡ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും എന്താണ്? എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും എല്ലാ വ്യവസായങ്ങളും എല്ലാതും സെക്കൻഡറി മേഖലയിൽ അഥവാ വ്യവസായിക മേഖലയിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുപോലെ വ്യവസായവും വ്യാപാരവും തെറ്റരുത്. വ്യവസായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി സെക്ടറാണ്. എന്നാൽ വ്യാപാരം എന്ന് വെച്ചാൽ വിൽക്കലാണ് അല്ലെ. നമ്മൾ ഈ കടകളിലെ കൂടെയൊക്കെ സാധനങ്ങൾ വിൽക്കലാണ് വ്യാപാരം എന്ന് പറയുന്നത്. അത് എന്തിലേക്ക് മാറി? സേവന മേഖല അഥവാ ടെറിഷറി സെക്ടറിലേക്ക് മാറി, തൃതീയ മേഖലയിലേക്ക് മാറി. അപ്പൊ തൃതീയ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാഥമിക മേഖലയെയും ദ്വിതീയ മേഖലയെയും സഹായിക്കുന്ന മേഖലയാണ് ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖല. സഹായം നൽകുക, അതായത് പ്രാഥമിക മേഖലയ്ക്ക് വേണ്ടതും ദ്വിതീയ മേഖലയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നു. ഇപ്പൊ ഗതാഗതം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രാഥമിക മേഖലയ്ക്കാണെങ്കിലും ഈ സെക്കൻഡറി സെക്ടറിനാണെങ്കിലും ഗതാഗത സൗകര്യങ്ങൾ ആവശ്യമാണ് അല്ലെ. പലതും ഇപ്പോൾ കൃഷിക്കാണെന്നുണ്ടെങ്കിലും പല സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഗതാഗത സൗകര്യം ആവശ്യമാണ്. അതുപോലെ തന്നെ വ്യവസായത്തിനാണെങ്കിലും ഗതാഗത സൗകര്യം ആവശ്യമാണ്. അപ്പൊ ഈ പ്രാഥമിക മേഖലയെയും സെക്കൻഡറി മേഖലയെയും ദ്വിതീയ മേഖലയെയും സഹായിക്കുന്നതാണ് സേവന മേഖല അഥവാ തൃതീയ മേഖല എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് ഗതാഗതം. അതുപോലെ ബാങ്കിങ്, മൂലധനം. ബാങ്കിങ് എന്ന് വെച്ചാൽ പൈസ കൊടുക്കല്ലേ, മൂലധനം കൊടുക്കുകയാണ് അല്ലെ. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം കൊടുക്കുന്നു, അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം കൊടുക്കുന്നു, അവിടെ സഹായിക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ ബാങ്കിങ്, പിന്നെ അതുപോലെ വ്യാപാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാഥമിക മേഖല ഉണ്ടാക്കിയ സാധനവും സെക്കൻഡറി മേഖലയിൽ ഉണ്ടാക്കിയ സാധനമൊക്കെ വിൽക്കാണ് വ്യാപാരത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ വ്യാപാരം, പിന്നെ അതുപോലെ ടെലികോം സെക്ടർ, ഇൻഷുറൻസുകൾ. ഇപ്പൊ ഇൻഷുറൻസ്, നമുക്ക് കെട്ടിടങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തും, വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തും. അപ്പൊ ഈ പ്രാഥമിക മേഖലയിലും സെക്കൻഡറി മേഖലയും അവിടെ സഹായിക്കല്ലേ ചെയ്യുന്നത് ഇൻഷുറൻസിലൂടെ. അപ്പൊ അതെന്താണ്? അത് ഇതിലാണ് വരുന്നത്, സേവന മേഖല അഥവാ തൃതീയ മേഖലയിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഹോട്ടൽ ആണെങ്കിലും റെസ്റ്റോറന്റ് ആണെങ്കിലും സ്റ്റോറേജ് നമുക്ക് എപ്പോഴും സംശയം വരും. സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ സഹായിക്കല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ വ്യവസായിക മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ്, അത് സഹായമാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തൃതീയ മേഖല അഥവാ സേവന മേഖലയിലാണ് വരാം. അപ്പൊ ഈ മൂന്ന് മേഖലയും സംശയമുണ്ടോ? പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് പ്രാഥമിക മേഖല. എല്ലാ കൃഷികളും, എന്ത് കൃഷിയാണെങ്കിലും, പട്ടുനൂൽ കൃഷിയാണെന്നുണ്ടെങ്കിലും, തേനീച്ച വളർത്തലാണെന്നുണ്ടെങ്കിലും, മുയൽ കൃഷിയാണെന്നുണ്ടെങ്കിലും, കൂണ് കൃഷിയാണെങ്കിലും, എന്ത് കൃഷിയാണെങ്കിലും അതൊക്കെ എന്തിലാണ് വരാ? ഈ പ്രാഥമിക മേഖലയിലാണ് വരാ. അതിൽ ഖനനം ശ്രദ്ധിക്കണം, അതുപോലെ മത്സ്യബന്ധനം ശ്രദ്ധിക്കണം, വനവൽക്കരണം ഇതൊക്കെ പ്രാഥമിക മേഖലയിലാണ് വരാ. ഇനി സെക്കൻഡറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ നമുക്ക് കിട്ടിയ വസ്തുവിൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്യാണ്, എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാക്കാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പരുത്തി വ്യവസായത്തിൽ നിന്നും കിട്ടിയ പരുത്തി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ നമുക്ക് കിട്ടിയ കളിമൺ ഉപയോഗിച്ച് നമ്മൾ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു, പട്ടുനൂൽ ഉപയോഗിച്ച് പട്ടുനൂൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ. ഇത്തരത്തിൽ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടിയ വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാക്കുമ്പോൾ അതെന്തായി മാറി? അത് സെക്കൻഡറി സെക്ടറിലേക്ക് പോയി എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. രൂപമാറ്റം വന്നാൽ അത് എന്തായി? സെക്കൻഡറി സെക്ടറായി മാറി. ഇനി ടെറിഷറി സെക്ടർ, സേവന മേഖല എന്ന് വെച്ചാൽ ഇത് ഈ രണ്ട് മേഖലയ്ക്കും സഹായം നൽകുന്ന മേഖലയാണ് ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖല അഥവാ സേവന മേഖല. അവിടെ സേവനം നൽകലാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം, ബാങ്കിങ്, വ്യാപാരം, ടെലികോം, ഇൻഷുറൻസ്, ഹോട്ടൽ, റെസ്റ്റോറന്റ്,
സ്റ്റോറേജ്, ടീച്ചിങ്, ഇപ്പൊ അധ്യാപനം ഉണ്ടല്ലോ, അതൊക്കെ എന്തിലാണ് വരാ? അങ്ങനത്തെ എല്ലാതും. ഇപ്പൊ ഹോസ്പിറ്റലുകൾ അല്ലെ, അതൊക്കെ എന്തിലാണ് വരാ? സേവന മേഖലയിലാണ് വരാ. എല്ലാതും സേവന മേഖലയിലാണ് വരുന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തിരിക്കുക. ഇനി ഈ 3 മേഖലകളല്ല, നമ്മുടെ ഈ 3 മേഖലകളെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അതുകൊണ്ട് തന്നെ PSC എപ്പോഴും ഈ 3 മേഖലകളെ ചോദിക്കാറുള്ളൂ. എന്നാൽ പുറത്ത് പല രാജ്യങ്ങളിലും, മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും 5 സെക്ടേഴ്സ് ആണ് പറയുന്നത്. നമ്മളുടെ എക്കണോമിക്ക് 5 സെക്ടറുകളായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ 3 നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറിക്ക് പുറമെ അതിനുശേഷം ക്വാട്ടേണറി എന്ന് പറഞ്ഞൊരു സെക്ടറും ക്യൂനറി എന്ന് പറഞ്ഞൊരു സെക്ടറും കൂടി പറയുന്നുണ്ട്. ക്വാട്ടേണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നോളജ് സെക്ടർ, അതായത് അറിവധിഷ്ഠിത മേഖല, നോളജ് സെക്ടറാണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ, ഒരു ഗതാഗതം അല്ലെ, ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ അറിവിനെ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറുടെ അറിവിനനുസരിച്ചാണ് ജോലി ചെയ്യുന്നത് അല്ലെ, അറിവാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അയാളുടെ അറിവാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ സർവീസ് സെക്ടറിൽ തന്നെ പലരും അവരുടെ അറിവ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ IT സെക്ടറിലുള്ളവരെല്ലാവരും അവരൊക്കെ എന്താണ്, അവരുടെ അറിവാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിജ്ഞാന മേഖല അല്ലെങ്കിൽ നോളജ് സെക്ടർ, അവരവിടെ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ അറിവാണ്. IT പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ജോലിയിൽ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താണ്, അവരുടെ അറിവാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതിനെയാണ് നമ്മൾ നോളജ് സെക്ടർ അഥവാ ക്വാട്ടേണറി സെക്ടർ എന്ന് പറയുന്നത്. ക്വാട്ടേണറി സെക്ടർ. എന്നാൽ ക്യൂനറി സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ജോബുകൾ ഉണ്ടല്ലോ, ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി ജോബ്സുകൾ. അതായത് ഇപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ CEO, ഇപ്പം നമ്മൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സെക്രട്ടറിമാരൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ സെക്രട്ടറി എന്ന് വെച്ചാൽ ചെറിയൊരു ഇതിലത്തെ സെക്രട്ടറി അല്ല, അല്ലാതെ ഹൈ ലെവൽ നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള സെക്രട്ടറിമാരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കേരള ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കേരള ചീഫ് സെക്രട്ടറി എന്ന് വെച്ചാൽ അത്രയും ഡിസിഷൻ പവർ ഉള്ള ഒരു വ്യക്തിയല്ലേ. അതുപോലെ തന്നെ കമ്പനികളുടെ CEOs, പിന്നെ IAS ഓഫീസർമാർ, സാധാരണ കളക്ടർമാർക്കാണല്ലേ ഒരു ജില്ലേനെ സംബന്ധിച്ച് തീരുമാനം എടുക്കാനുള്ള അധികാരം എന്താണ്, ഇവിടുത്തെ കളക്ടർ, ഓരോ ജില്ലയിലെയും കളക്ടർമാർക്കാണ്. അപ്പൊ അവരൊക്കെ IAS ഓഫീസേഴ്സ് അല്ലേ. അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ടവർ, ഏറ്റവും ഹയസ്റ്റ് ജോബ് കാറ്റഗറിയിലുള്ളവർ, ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളവർ, കമ്പനിയുടെ CEO, ഗവൺമെന്റ് സെക്രട്ടറിമാർ, അതുപോലെ IAS ഓഫീസേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ ക്യൂനറി സെക്ടറിൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പം നമ്മളുടെ ഇന്ത്യയിൽ 3 സെക്ടറേ ഉള്ളൂ. പുറത്ത് പല രാജ്യങ്ങളിലും 5 സെക്ടർ ഉണ്ട്. ഈ 3 സെക്ടറിന് പുറമെ ക്വാട്ടേണറി സെക്ടർ എന്നും ക്യൂനറി സെക്ടർ എന്നും പറഞ്ഞിട്ട് 2 സെക്ടറും കൂടി ഉണ്ട്. ക്വാട്ടേണറി സെക്ടർ എന്ന് പറഞ്ഞാൽ വിജ്ഞാന മേഖല അല്ലെങ്കിൽ നോളജ് സെക്ടറാണ്. അവരവിടെ ഉപയോഗപ്പെടുത്തുന്നവർ അവരുടെ അറിവാണ്. ഇപ്പൊ ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, IT പ്രൊഫഷണൽസ്, ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ, അവരുടെ അറിവ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവര്. അപ്പൊ അതിനെയാണ് നമ്മൾ ക്വാട്ടേണറി സെക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ക്യൂനറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി ജോബ്സ് ആണ്. ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള ജോബുകൾ, ഞാൻ പറഞ്ഞില്ലേ, കമ്പനി CEO, അതുപോലെ ഗവൺമെന്റ് സെക്രട്ടറിമാർ, IAS ഓഫീസേഴ്സ്, അങ്ങനെയുള്ള സെക്ടറിനെയാണ് നമ്മൾ ക്യൂനറി സെക്ടർ എന്നും പറയാം. മനസ്സിലായില്ലേ? അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ, ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണം. അപ്പൊ അതിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണെന്നുള്ളത്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഉൽപാദന യൂണിറ്റ് നിങ്ങൾ എക്സാമ്പിൾ എടുത്തിട്ട് ആലോചിച്ച് നോക്കാം. ഒരു ഉൽപാദന യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് എടുക്കുകയാണ്, നിങ്ങൾ വസ്ത്രങ്ങളൊക്കെ തയ്ക്കുന്ന ഒരു യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവിടെ ഒരു സ്ഥലം വേണമല്ലേ. ആ സ്ഥലത്താണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് പണിയുക. അപ്പോൾ ലാൻഡ് വേണം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ലാൻഡ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെന്റിന് എടുത്തതായിരിക്കാം. എന്താണെങ്കിലും അവിടെ ലാൻഡ് വേണം. ഇനി അതിനുശേഷം നമുക്ക് അവിടെ തൊഴിലാളികൾ വേണം. ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് പണിത് കഴിഞ്ഞാൽ അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ വേണമല്ലോ. അപ്പോൾ അവിടെ തൊഴിലാളികൾ വേണം, തൊഴിൽ വേണം. പിന്നെ നമുക്ക് ഇതിന്റെ മെഷീൻസുകളൊക്കെ വേണ്ടി വരും, സ്റ്റിച്ച് ചെയ്യാനുള്ളത് അല്ലെ, തുന്നാനുള്ള പല വസ്തുക്കൾ, ഇപ്പൊ ബട്ടൺസ് പിടിപ്പിക്കാനുള്ളത്, അങ്ങനെ മെഷീൻസുകൾ ആവശ്യം വരും. ആ മെഷീനുകളെല്ലാം നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? മൂലധനം എന്നതിലാണ് ഉൾപ്പെടുത്തുക അല്ലെ. ഈ മെഷീനറി സാധനങ്ങൾ നമ്മൾ പണം മാത്രമല്ല മൂലധനം, പണം കൊടുത്ത് നമ്മൾ എന്തൊക്കെ വാങ്ങിക്കുന്നുണ്ടോ. ഇപ്പൊ ഒരു ബിൽഡിംഗ് പണിയാണ്, ആ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ ആ ബിൽഡിങ്ങും നമ്മുടെ മൂലധനമാണ്. പണം ഉപയോഗിച്ച് നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ മൂലധനമാണ്. പിന്നെ ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടൊരു സംഘാടകൻ ആവശ്യമുണ്ട് ഇല്ലേ, സംഘാടനം വേണം. അപ്പൊ എന്തൊക്കെ വേണം? ഭൂമി വേണം, തൊഴിൽ വേണം, മൂലധനം വേണം, സംഘാടനം വേണം. ഈ 4 ഘടകങ്ങളാണ് ഒരു ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങളാണ്. ഭൂമി വേണം, തൊഴിൽ വേണം, മൂലധനം വേണം,
സംഘാടനം വേണം. ഇനി ഭൂമിക്ക് എന്താണ് പ്രതിഫലം കിട്ടുന്നത്? നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം ഭൂമിയാണെങ്കിൽ നമ്മൾ പ്രതിഫലം കൊടുക്കണമെന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ റെന്റിന് എടുക്കുന്ന ഭൂമിയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? അല്ലേ, നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ റെന്റ് കൊടുക്കും, ഇല്ലേ, വാടക കൊടുക്കും, നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തൊഴിലാളികളെ നിർത്തുമ്പോൾ തൊഴിലാളികൾക്ക് എന്ത് നൽകും? ശമ്പളം അഥവാ വേതനം നൽകും. അതേപോലെ മൂലധനം ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത പണമാണ് നമ്മൾ മൂലധനമായിട്ട് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ അവിടെ പലിശ കൊടുക്കും, ഇല്ലേ, പലിശ കൊടുക്കും. പിന്നെ സംഘാടനത്തിന് നമുക്ക് ലാഭം വേണം. ഒരാൾ അത് സംഘാടനം ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടണം? ആ സംഘാടകന് ലാഭം കിട്ടണം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ഭൂമിക്ക് പ്രതിഫലം എന്താണ്? ഭൂമിക്ക് പ്രതിഫലം വാടകയാണ്, അല്ലെങ്കിൽ പാട്ടമാണ്. വാടക അല്ലെങ്കിൽ പാട്ടം അല്ലെങ്കിൽ റെന്റ് എന്നൊക്കെ പറയാം. തൊഴിലിന് പ്രതിഫലം എന്താണ്? ശമ്പളം അഥവാ വേതനമാണ്. മൂലധനത്തിന് പ്രതിഫലമായി കിട്ടുന്നത് പലിശയാണ്, ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ലാഭമാണ്. ഇതാണ് ഇതിൽ പറയാനുള്ളൂ സംഭവത്തിൽ. പിന്നെ ഇതിൽ 2-3 ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞില്ലേ, ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? ആക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊഴിലാണ്, അല്ലെ, ലേബറാണ്. എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് തൊഴിലാണ്, അല്ലെ. സംഘാടനവും എന്താണ്? ഇത് ആക്റ്റീവ് തന്നെയാണ്. എന്നാൽ ലാൻഡും മൂലധനവും, ഭൂമിയും മൂലധനവും എന്താണ്? പാസീവാണ്. അതവിടെ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്നു, ഇപ്പൊ മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്, 3 ഓപ്ഷൻ തന്നിരിക്കുന്നു: ഭൂമി, തൊഴില്, മൂലധനം. ഭൂമി, തൊഴില്, മൂലധനം. ഇതിൽ ആക്റ്റീവ് ഫാക്ടർ ഏതാണ്? ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്? തൊഴിലല്ല അവിടെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. തൊഴിലാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടർ. ആക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് തൊഴിലാണ്. എന്നാൽ ഭൂമി, ലാൻഡും ക്യാപിറ്റൽ, മൂലധനവും എന്താണ്? പാസീവ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് തൊടാൻ കഴിയുന്നത്, ടാഞ്ചിബിൾ ആയിട്ടുള്ളത്, നമുക്ക് തൊടാൻ പറ്റുന്ന നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയും, അല്ലെ. അങ്ങനെ ടാഞ്ചിബിൾ ആയിട്ടുള്ളത്, തൊടാൻ കഴിയുന്ന ഇതിലെ ഫാക്ടർ ഏതാണ്? അത് ക്യാപിറ്റൽ ആണ്, നമുക്ക് തൊടാൻ കഴിയുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ ഭൂമി, ലാൻഡ് എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റുന്നതല്ലെന്ന് വെച്ചാൽ ഈ ഭൂമി എന്നതിൽ നമ്മൾ എല്ലാ സോഴ്സസും, എല്ലാ നാച്ചുറൽ റിസോഴ്സസും നമ്മൾ ഉൾപ്പെടുത്തും. ഇപ്പൊ നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമിക്ക് മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ അന്തരീക്ഷം, അത് ഉൾപ്പെടെ എല്ലാ നാച്ചുറൽ റിസോഴ്സസും, ഒരു പ്രൊഡക്ഷൻ ആവശ്യമുള്ള ആ നാച്ചുറൽ റിസോഴ്സസിനെ എല്ലാത്തിനെയും നമ്മൾ ഭൂമി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഈ ലാൻഡ് എന്നുള്ള കാറ്റഗറിയിലാണ് വരെ. ഇപ്പം നമുക്ക് ഓയിൽ, ഗ്യാസ്, വെള്ളം, വാട്ടർ, മിനറൽസുകൾ, നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മിനറൽസുകൾ, എന്തിനും നമ്മളെ ക്ലൈമറ്റ് അടക്കം നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നത് എന്തിലാണ് ഉൾപ്പെടുത്തുന്നത്? ലാൻഡ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് ടാഞ്ചിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ശരിക്കും കറക്റ്റ് ടാഞ്ചിബിൾ ആയിട്ടുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ, സംഘാടകനെ നമുക്ക് കാണാൻ പറ്റും, തൊഴിലാളികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അവരെടുക്കുന്ന തൊഴിൽ, അതുപോലെ അവർ ചെയ്യുന്ന സംഘാടനം, ഇത് രണ്ടും നമുക്ക് ടാഞ്ചിബിൾ അല്ല, തൊടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മനസ്സിലായി? അപ്പൊ ടാഞ്ചിബിൾ ആയിട്ടുള്ളത് ക്യാപിറ്റലാണ്. അതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ളത് തൊഴിലാണ്. ടാഞ്ചിബിൾ, നമുക്ക് തൊടാൻ പറ്റുന്നത് മൂലധനവുമാണെന്ന് അവിടെ ഓർത്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഉൽപാദനത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം. ഭൂമിക്ക് പ്രതിഫലം പാട്ടം അഥവാ റെന്റാണ്. തൊഴിലിന് പ്രതിഫലം വേതനം അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ സാലറിയാണ്. മൂലധനത്തിന് പ്രതിഫലമായി കിട്ടുന്നത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയാണ്. സംഘാടനത്തിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെന്നുള്ള കാര്യം അവിടെ ഓർത്തിരിക്കുക. പിന്നെ ഈ ഉൽപാദന ഘടകങ്ങളിൽ ഉൽപാദന യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? ഗാർഹിക യൂണിറ്റിൽ ഉപയോഗിക്കുന്നു, അല്ലെ. ഗാർഹിക യൂണിറ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഉൽപാദന യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഈ ഭൂമിയാണെങ്കിലും തൊഴിലാണെങ്കിലും മൂലധനമാണെങ്കിലും സംഘാടനമാണെങ്കിലും പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ്, അല്ലെ. എല്ലാം ഗാർഹിക യൂണിറ്റാണ് നൽകുന്നത്. ഇപ്പോൾ അവിടെ തൊഴിലാളികളെ വേണം, തൊഴിലെടുക്കാൻ തൊഴിലാളികളെ വേണം, സംഘാടനം വേണം, അല്ലെ, മൂലധനം വേണം എന്ന് വേണ്ട എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നത്, നൽകുന്നത്, പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഈ ഗാർഹിക യൂണിറ്റാണ്. അതുപോലെ ഈ ഉൽപാദന യൂണിറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും എവിടെയാണ് ഉപയോഗിക്കുന്നത്? അത് ഗാർഹിക യൂണിറ്റിലുമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ SCERT ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഉൽപാദന പ്രക്രിയയിലൂടെ എന്നുള്ള SCERT ചാപ്റ്ററിൽ ഇത്രയും കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നിവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വേണം. അത് നിർബന്ധമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യം എന്താണ്? ആ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് പറ്റാല്ലേ. അത് തീർച്ചയായിട്ടും ചെയ്യണം. അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി.